തൃശൂർ പൂരത്തിനിടെയുണ്ടായ സംഭവവികാസങ്ങളിൽ അന്വേഷണം വേണമെന്ന് തൃശൂർക്കാരുടെ പൊതു ആവശ്യമായിരുന്നുവെന്നും CPI ഇത് ആവശ്യപ്പെട്ടിരുന്നുവെന്നും റവന്യൂ മന്ത്രിയും CPI നേതാവുമായ കെ രാജൻ വിവരാവകാശ അപേക്ഷ നൽകുമെന്നും യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ലാതെ നീട്ടിക്കൊണ്ടുപോകാനാണെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയുമെന്നും VS സുനിൽകുമാറും പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനെ പറ്റി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തെക്കുറിച്ച് വിവരാവകാശ നിയമം വഴി അന്വേഷിച്ച ചില മാധ്യമങ്ങൾക്ക് ഇത്തരം അന്വേഷണത്തെപ്പറ്റി ഒരു അറിവുമില്ലെന്ന മറുപടിയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചതെന്നാണ് അറിഞ്ഞത്. എന്താണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നതെന്നതിൽ വ്യക്തതയില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കും. അതിനുശേഷം മറുപടി നൽകാമെന്നും രാജൻ വിശദീകരിച്ചു. നിക്ഷേപങ്ങളെക്കാൾ പ്രധാനം റിപ്പോർട്ട് വരിക എന്നുള്ളതാണ്. റിപ്പോർട്ട് വരികയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ആഗ്രഹം തൃശ്ശൂരിനുണ്ടാകും. അത് തൃശ്ശൂരിൻ്റെ അവകാശം കൂടിയാണ്. അക്കാര്യങ്ങൾ ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത്. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയതും. ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് പറയാനാകും. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തന്നെയാണ് ആവശ്യം. തൃശൂരിന്റെ വികാരം മുഖ്യമന്ത്രിയോട് ധരിപ്പിച്ചിട്ടുണ്ടെന്നും കെ രാജൻ വ്യക്തമാക്കി. അതേസമയം പൂരം കലക്കിയത് യാദൃശ്ചികമാണെന്ന് പറയാനാവില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും CPI നേതാവ് VS സുനിൽകുമാർ ആവർത്തിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ നേരിട്ട് ഒരു വിവരാവകാശ അടിസ്ഥാനത്തിലുള്ള ഒരു അപേക്ഷ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവർ മറുപടി തരട്ടെ. അതിന് അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറയട്ടെ. ഇപ്പം പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണത്തെ പറ്റിയിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അന്വേഷണം നടന്ന കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ പലതുണ്ട്. ഈ പൂരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുത്തൊന്ന് ചോദിക്കട്ടെ, ഞാൻ പറയാം. അവരോട് വെളിപ്പെടുത്താം ഞാൻ എല്ലാ കാര്യങ്ങൾ. അതല്ല, ഇതിങ്ങനെ പൂരത്തിനെ സംബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള മറുപടി ഇല്ലാതെ ഇങ്ങനെ ഇതിങ്ങനെ തട്ടിപ്പൊത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ജനങ്ങളോട് പറയും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയും. ഞാൻ ബാധ്യസ്ഥനാണ്. അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. 4 മാസത്തിന് ശേഷം അന്വേഷണമില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണ്. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിലാവട്ടെ എന്ന് കരുതിയാണ്. അന്വേഷണമേ ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല. പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത മറുപടി ഞെട്ടലുണ്ടാക്കുന്നതാണ്. ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന മറുപടിയാണിതെന്നും സുനിൽകുമാർ പറഞ്ഞു.